നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും കുളത്തിലോ തടാകത്തിലോ ഒക്കെ കെട്ടിക്കിടക്കുന്ന പച്ചപ്പായൽ കണ്ട് ഇതൊരു കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സ്വർണ്ണഖനിയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലേ. നമ്മളാരും അങ്ങനെ ചിന്തിക്കാൻ വഴിയില്ല. അതെ, അങ്ങനെ ചിന്തിക്കില്ല. പക്ഷേ ഇന്ന് നമ്മൾ നടത്താൻ പോകുന്ന ഈ പുതിയ വിശകലനം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ആ ചിന്താഗതി പൂർണ്ണമായും മാറും. തീർച്ചയായും മാറും. പുതിയ അറിവുകൾ വളരെ വേഗത്തിൽ, എന്നാൽ തികഞ്ഞ വ്യക്തതയോടെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ദ ഗ്രീൻ ഗോൾഡ് -spirulina.pdf എന്ന രേഖയിലെ അതിശയകരമായ വിവരങ്ങളാണ് നമ്മളിന്ന് തുറന്നു പരിശോധിക്കുന്നത്. ശാസ്ത്രലോകം ഹരിതസ്വർണം അഥവാ ഗ്രീൻ ഗോൾഡ് എന്ന് വിളിക്കുന്ന സ്പിരുലിനയെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ഈ പഠനം. ഇത് വെറുമൊരു സൂപ്പർ ഫുഡ് എന്നതിലുപരി ഭാവിയുടെ ഭക്ഷണവും വലിയൊരു സാമ്പത്തിക വിപ്ലവവുമാകാൻ പോകുകയാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു സാധാരണ സൂക്ഷ്മജീവിയാണെന്ന് തോന്നാം. എന്നാൽ ഇതിന്റെ ഉള്ളറകളിലേക്കും വാണിജ്യ സാധ്യതകളിലേക്കും കടക്കുമ്പോൾ ഇതൊരു അത്ഭുതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ശരിയാണ്. ഇതിന്റെ പോഷകഗുണങ്ങൾ മാത്രമല്ല നമ്മളെ അതിശയിപ്പിക്കുന്നത്. അല്ല, മറിച്ച് ഇത് ലോകമെമ്പാടും, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം കേരളത്തിലെ ആലപ്പുഴ പോലൊരു പ്രദേശത്ത് ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക മാറ്റങ്ങൾ വളരെ വലുതാണ്. അതെ, ഉപയോഗശൂന്യമായി കിടക്കുന്ന തണ്ണീർത്തടങ്ങളെ എങ്ങനെ കോടികൾ കൊയ്യുന്ന വ്യവസായമാക്കി മാറ്റാമെന്ന വലിയ ചിത്രമാണ് ഈ രേഖ നമുക്ക് മുന്നിൽ വരച്ചു കാണിക്കുന്നത്. അപ്പോ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? ആദ്യം തന്നെ എന്താണ് ശരിക്കും ഈ സ്പിരുലിന എന്ന് ലളിതമായൊന്ന് മനസ്സിലാക്കാം. ഇതൊരു തരം ബ്ലൂ ഗ്രീൻ ആൽഗയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ സൈനോബാക്ടീരിയ വിഭാഗത്തിൽപ്പെടുന്ന ഒന്ന്. കൃത്യം. ഭൂമിയിലെ ഏറ്റവും പഴക്കമുള്ള ജീവരൂപങ്ങളിൽ ഒന്നാണിത്. അതായത് ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്കു മുൻപ് ഭൂമിയിൽ ഓക്സിജൻ പോലും ഇല്ലാതിരുന്ന കാലത്ത് രൂപപ്പെട്ട ജീവിവർഗമാണിത്. അതെ, ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും ഒരേപോലെ വളരാൻ ഇതിന് കഴിയും. ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണെന്ന് കരുതരുത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മനുഷ്യരിതിന്റെ ഗുണമറിഞ്ഞ് ഉപയോഗിച്ചിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ആ ചരിത്രം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ 16-ാം നൂറ്റാണ്ടിൽ മെക്സിക്കോയിലുണ്ടായിരുന്ന ആസ്ടെക്കുകൾ അല്ലേ? അതെ, ആസ്ടെക്കുകൾ ഈ പായൽ അവരുടെ പ്രധാന ഭക്ഷണമാക്കിയിരുന്നു. ടെക്സ്കോക്കോ എന്ന തടാകത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടന്നിരുന്ന ഈ പായൽ അവർ വലിയ വലകൾ ഉപയോഗിച്ച് ശേഖരിക്കും. എന്നിട്ട് സൂര്യപ്രകാശത്തിൽ ഉണക്കി ചെറിയ കേക്കുകളുടെ രൂപത്തിലാക്കി മാറ്റുകയും ചെയ്തിരുന്നു. തെക്വിറ്റ് ലാറ്റൽ എന്നായിരുന്നു അവർ ഇതിനെ വിളിച്ചിരുന്നത്. അക്കാലത്ത് അവരുടെ സൈനികൾക്ക് ഊർജം ലഭിക്കാൻ ഇതാണ് നൽകിയിരുന്നത്. സമാനമായി ആഫ്രിക്കയിലെ ചാഡ് തടാകത്തിനു ചുറ്റും ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങളും നൂറ്റാണ്ടുകളായി ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആഫ്രിക്കയിലും മെക്സിക്കോയിലും ഒരേ സമയം മനുഷ്യരിതിന്റെ ഗുണം തിരിച്ചറിഞ്ഞിരുന്നു എന്നത് വളരെ കൗതുകകരമാണ്. ഇനി ഇതിന്റെ നിറത്തിന്റെ കാര്യം നോക്കാം. പേരിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നുണ്ടെങ്കിലും നമ്മൾ കാണുമ്പോൾ ഇതിനൊരു കടും പച്ച നിറമാണല്ലോ ഉള്ളത്. പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ക്ലോറോഫില്ലിൽ നിന്നാണ് ആ പച്ച നിറം ലഭിക്കുന്നതെന്ന് രേഖയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതിലൊരു ഒളിഞ്ഞിരിക്കുന്ന നീല നിറം കൂടിയുണ്ടല്ലോ, അതെന്താണ്? അവിടെയാണ് സ്പിരുലിനയുടെ ഏറ്റവും വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ആന്തരിക ഘടന പരിശോധിച്ചാൽ ഫൈക്കോസയാനിൻ എന്ന് വിളിക്കപ്പെടുന്ന വളരെ അപൂർവവും ശക്തവുമായ ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് കാണാൻ കഴിയും. ഈ ഫൈക്കോസയാനിനാണ് സ്പിരുലിനയ്ക്ക് അതിന്റെ സവിശേഷമായ ഇളം നീല നിറം നൽകുന്നത്. അതെ, ഈ പ്രകൃതിദത്തമായ നീലനിറം ഭൂമിയിലെ മറ്റ് സസ്യങ്ങളിൽ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. നിറം നൽകുക മാത്രമല്ല, മനുഷ്യശരീരത്തിൽ അവിശ്വസനീയമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള അതിശക്തമായ ഒരു ആന്റിഓക്സിഡന്റാണിത്. ഈ ഒരൊറ്റ ഘടകമാണ് സ്പിരുലിനയെ ആരോഗ്യരംഗത്തെ ഒരു സൂപ്പർ ഹീറോ ആക്കി മാറ്റുന്നത്. ഈ സൂപ്പർ ഹീറോ പരിവേഷം വെറുമൊരു തള്ളല്ല എന്ന് ഇതിലെ പ്രോട്ടീന്റെ അളവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നിങ്ങളിതൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇതിന്റെ ആകെ ഭാരത്തിന്റെ 60 മുതൽ 70% വരെ ശുദ്ധമായ പ്രോട്ടീനാണ്. നമ്മൾ സാധാരണയായി ഏറ്റവും മികച്ച പ്രോട്ടീൻ സ്രോതസ്സായി കണക്കാക്കുന്ന ബീഫിലോ ചിക്കനിലോ പോലും ഇത്രയും ഉയർന്ന ശതമാനം പ്രോട്ടീനില്ല. പോരാത്തതിന് മനുഷ്യശരീരത്തിന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത, എന്നാൽ നമുക്ക് അത്യാവശ്യമായി വേണ്ട 9 അവശ്യ അമിനോ ആസിഡുകളും ഇതിൽ കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുണ്ട്. മാംസാഹാരങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സസ്യാധിഷ്ഠിത പ്രോട്ടീൻ. പ്രോട്ടീന്റെ അളവിൽ മാത്രമല്ല കാര്യം, അത് നമ്മുടെ ശരീരം എങ്ങനെ വലിച്ചെടുക്കുന്നു എന്നതിലാണ് ഇതിന്റെ വിജയം. സാധാരണ സസ്യങ്ങളിൽ നിന്നുള്ള പ്രോട്ടീൻ ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം സസ്യങ്ങളുടെ കോശങ്ങൾക്ക് കട്ടിയുള്ള സെല്ലുലോസ് ഭിത്തികളുണ്ട്. എന്നാൽ
സ്പിരുലിനയ്ക്ക് അത്തരം കട്ടിയുള്ള കോശഭിത്തികളില്ല. അതിനാൽ ഇത് കഴിച്ചയുടൻ തന്നെ ഇതിലെ പ്രോട്ടീനും പോഷകങ്ങളും വളരെ വേഗത്തിൽ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അതോടൊപ്പം ഹൃദയാരോഗ്യത്തിന്റെ കാര്യത്തിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളായ LDL-ഉം ട്രൈഗ്ലിസറൈഡുകളും കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളായ HDL വർദ്ധിപ്പിക്കാനും ഇത് മികച്ചതാണെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു. ഹൃദയാരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫൈക്കോസയാനിൻ എന്ന ആന്റിഓക്സിഡന്റിന്റെ പ്രവർത്തനം ഞാൻ ഓർക്കുന്നത്. അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കോശങ്ങൾക്ക് പ്രായമാകുമ്പോഴും സ്ട്രെസ് വരുമ്പോഴും ഓക്സിഡേറ്റീവ് ഡാമേജ് സംഭവിക്കാറുണ്ടല്ലോ. ഇത് കൃത്യമായി നമ്മുടെ കോശങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? അതിനെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഒരു ഉദാഹരണവുമായി ബന്ധിപ്പിക്കാം. നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ DNA എന്ന് പറയുന്നത് ഒരു വലിയ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ മാനുവലാണെന്ന് കരുതുക. ഒരു മാനുവൽ, ശരി. നാം നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, മോശം ആഹാരരീതി, മലിനീകരണം ഇവയെല്ലാം ഈ മാനുവലിലേക്ക് അബദ്ധത്തിൽ കാപ്പിയൊഴിക്കുന്നതിന് തുല്യമാണ്. അതാണ് ഓക്സിഡേറ്റീവ് ഡാമേജ്. അക്ഷരങ്ങൾ മാഞ്ഞുപോകും, യന്ത്രം കേടാകും. കൃത്യം. ഇവിടെയാണ് ഫൈക്കോസയാനിൻ വരുന്നത്. ആ ഇൻസ്ട്രക്ഷൻ മാനുവലിന് മുകളിൽ വളരെ സുരക്ഷിതമായ ഒരു ലാമിനേഷൻ കവർ നൽകുന്നതിന് തുല്യമാണ് ഈ ആന്റിഓക്സിഡന്റിന്റെ പ്രവർത്തനം. അപ്പോ ഇത് DNA തകരാറുകളിൽ നിന്ന് കോശങ്ങളെ ശക്തമായി സംരക്ഷിക്കുന്നു. അതുകൂടാതെ ശരീരത്തിൽ പല അസുഖങ്ങൾക്കും കാരണമാകുന്ന കടുത്ത നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഇത് അതിവേഗം പ്രവർത്തിക്കുന്നു. അപ്പോൾ ആരോഗ്യപരമായി ഇതൊരു വലിയ അത്ഭുതമാണെന്ന് വ്യക്തം. ഈ ആരോഗ്യ ഗുണങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഇതിന്റെ വാണിജ്യ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് ആരും സ്വാഭാവികമായും ചിന്തിച്ചു പോകും. ഈ രേഖയിൽ പറയുന്ന ഒരു കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. 2028 ആകുമ്പോഴേക്കും ആഗോളതലത്തിൽ സ്പിരുലിനയുടെ വിപണി മൂല്യം $1.2 ബില്യൺ വളരുമെന്നാണ് പ്രവചനം. അതായത് ഏകദേശം 10,000 കോടിയിലധികം രൂപയുടെ വ്യവസായം. വെറും ഒരു ഹെൽത്ത് സപ്ലിമെന്റ് പൗഡറിന് മാത്രം എങ്ങനെയാണ് ഇത്രയും വലിയൊരു വിപണി ഉണ്ടാക്കാൻ കഴിയുക? അതൊരു മികച്ച നിരീക്ഷണമാണ്. കാരണം ഇതിന്റെ വിപണി വെറും ഹെൽത്ത് സപ്ലിമെന്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഭക്ഷ്യമേഖലയിലുണ്ടായ വലിയൊരു മാറ്റമാണ് ഇതിന് പ്രധാന കാരണം, അല്ലേ? അതെ. ഇന്ന് ലോകമെമ്പാടുമുള്ള ഭക്ഷ്യസുരക്ഷാ ഏജൻസികൾ കൃത്രിമ നിറങ്ങൾക്ക് വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് കൃത്രിമമായ നീലനിറം. മിഠായികളിലും കേക്കുകളിലും പാനീയങ്ങളിലുമൊക്കെ നീലനിറം ലഭിക്കാൻ പ്രകൃതിദത്തമായ മാർഗങ്ങൾ വളരെ കുറവാണ്. അവിടെയാണ് സ്പിരുലിനയിലെ ഫൈക്കോസൈനിൻ താരമാകുന്നത്. 100% പ്രകൃതിദത്തമായ നീലനിറം നൽകാൻ ഇതിന് കഴിയും. ലോകത്തെ വമ്പൻ മിഠായി കമ്പനികളെല്ലാം ഇപ്പോൾ കെമിക്കലുകൾ ഒഴിവാക്കി സ്പിരുലിനയിൽ നിന്നുള്ള നീലനിറമാണ് ഉപയോഗിക്കുന്നത്. അതിനർത്ഥം നമ്മളറിയാതെ തന്നെ പല രൂപത്തിൽ ഈ ഗ്രീൻ ഗോൾഡ് നമ്മുടെ ഉള്ളിലെത്തുന്നുണ്ടെന്നാണ്. ഭക്ഷണത്തിൽ മാത്രമല്ല, മറ്റു പല വ്യവസായങ്ങളിലും ഇതിന് വലിയ ഡിമാൻഡുണ്ടല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന വില കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ വരെ ഇതിന്റെ സാന്നിധ്യമുണ്ട്. ആന്റി ഏജിംഗ് ക്രീമുകളിലും പ്രീമിയം ഫേസ് മാസ്കുകളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. നേരത്തെ പറഞ്ഞ ആ സെല്ലുലാർ റിപ്പയർ അഥവാ കോശങ്ങളുടെ അറ്റകുറ്റപ്പണി വേഗത്തിലാക്കാൻ ഇതിനുള്ള കഴിവ് തന്നെയാണ് സ്കിൻ കെയർ കമ്പനികളെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. അതുപോലെ മൃഗങ്ങൾക്കും മത്സ്യങ്ങൾക്കുമുള്ള തീറ്റയായി ഇത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും ഇതിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. അതെ, അക്വാകൾച്ചർ അഥവാ മത്സ്യമൃഗസംരക്ഷണ മേഖലയിൽ ഇതൊരു വിപ്ലവമാണുണ്ടാക്കുന്നത്. വലിയ ഫാമുകളിൽ വളർത്തുന്ന മത്സ്യങ്ങൾക്കും കോഴികൾക്കും വില കൂടിയ മരുന്നുകൾ നൽകുന്നതിന് പകരം സ്പിരുലിന തീറ്റയായി നൽകുമ്പോൾ അവയുടെ പ്രതിരോധശേഷിയും അതിജീവന നിരക്കും അവിശ്വസനീയമാം വിധം വർദ്ധിക്കുന്നു. അതുമാത്രമല്ല, അലങ്കാര മത്സ്യങ്ങൾക്ക് അവയുടെ സ്വാഭാവിക നിറം കൂടുതൽ തിളക്കമുള്ളതാക്കാനും ഈ പായൽ സഹായിക്കുന്നുണ്ട്. ഇതിനൊപ്പം മാംസാഹാരം ഉപേക്ഷിച്ച് വീഗൻ ജീവിതശൈലി തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതും സ്പിരുലിനയുടെ വിപണിമൂല്യം കുതിച്ചുയരാൻ കാരണമാകുന്നു. ഇത്രയും വലിയ ഡിമാൻഡും ഇത്രയധികം ഗുണങ്ങളുമുള്ള ഒന്നിനെ എന്തുകൊണ്ട് എല്ലാവരും അവരുടെ വീടിന്റെ മുറ്റത്തോ പറമ്പിലോ കൃഷി ചെയ്യുന്നില്ലാന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. എങ്ങനെയാണ് ശരിക്കും ഇത് കൃഷി ചെയ്യുന്നത്? ഇതിൽ എന്തൊക്കെ നേട്ടങ്ങളും വെല്ലുവിളികളുമാണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഇതിന്റെ പാരിസ്ഥിതികമായ നേട്ടങ്ങൾ നോക്കാം. ഏറ്റവും വലിയ നേട്ടം ഇതിനു വേണ്ടിവരുന്ന കുറഞ്ഞ വിഭവങ്ങളാണ്. 1 കിലോ ബീഫ് ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 15,000 ലിറ്റർ വെള്ളം വേണ്ടിവരുമ്പോൾ അതിന്റെ 100-1 വെള്ളം പോലും 1 കിലോ സ്പിരുലിന ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമില്ല. ഒരേക്കർ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിളവ് മറ്റേത് കൃഷിയേക്കാളും 10 മടങ്ങ് കൂടുതലുമാണ്.
ആ പാരിസ്ഥിതിക നേട്ടങ്ങൾ അവിടെ തീരുന്നില്ല. ഇതൊരു വലിയ കാർബൺ സിങ്കായി പ്രവർത്തിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അതായത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തുവിടുന്ന പ്രക്രിയ. ഒരു വലിയ മരം വർഷങ്ങൾ കൊണ്ട് വലിച്ചെടുക്കുന്ന കാർബൺ ഡയോക്സൈഡ് ഈ ചെറിയ പായൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഇല്ലാതാക്കുന്നു. ആഗോളതാപനത്തെ ചെറുക്കാൻ ഇതിലും മികച്ചൊരു പരിഹാരമില്ല. മാത്രമല്ല, കൃഷിയോഗ്യമല്ലാത്ത വളക്കൂറില്ലാത്ത തരിശുഭൂമിയിൽ പോലും നമുക്കിത് കൃഷി ചെയ്യാം. മണ്ണ് ആവശ്യമില്ല എന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എല്ലാം കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നാമെങ്കിലും ഇതിൽ വലിയ ചില അപകടസാധ്യതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഈ രേഖയിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടല്ലോ. ഇതൊരു സൂപ്പർ സ്പോഞ്ച് പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് ചുറ്റുപാടുമുള്ളതിനെ മുഴുവനും ഇത് വലിച്ചെടുക്കും. നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളം അല്പമൊന്ന് മലിനമായാൽ മതി. വെള്ളത്തിലുള്ള വിഷവസ്തുക്കളെയും ലെഡ്, ആഴ്സനിക് പോലുള്ള ഘനലോഹങ്ങളെയും സ്പിരുലിന അതിവേഗം വലിച്ചെടുക്കും. അതും മനുഷ്യർ കഴിക്കുന്നത് വലിയ അപകടമാണ്. പലപ്പോഴും കരൾ തകരാറിലാകാൻ വരെ അത് കാരണമാകാം. രണ്ടാമത്തെ പ്രശ്നം ഇതിന്റെ രുചിയും ഗന്ധവുമാണ്. ഇതിന് നല്ല ശക്തമായ ഒരുതരം മണ്ണുപോലെയുള്ള രുചിയും കടൽപ്പായലിന്റെ മണവുമാണുള്ളത്. അത് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. രുചിയുടെ കാര്യം മാറ്റിവെച്ചാലും ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുക എന്നത് ചെറിയൊരു കാര്യമല്ല. വലിയ റെയിൽവേ പോണ്ടുകൾ ഇതിനായി നിർമ്മിക്കണമെന്ന് പറയുന്നുണ്ട്. എന്താണ് ശരിക്കും ഈ റെയിൽവേ പോണ്ടുകൾ? വളരെ വിശാലമായ എന്നാൽ അധികം ആഴമില്ലാത്ത ഓവലാകൃതിയിലുള്ള വലിയ ജലപാതകളാണവ. ഒരു ട്രാക്ക് പോലെ തോന്നും. ഇതിൽ വലിയ പാഡിൽ വീലുകൾ ഉപയോഗിച്ച് വെള്ളം ഒരു കൃത്രിമ നദി പോലെ എപ്പോഴും പതുക്കെ ഒഴുകിക്കൊണ്ടേയിരിക്കും. വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. ഇതിന് തുടക്കത്തിൽ വലിയൊരു മുതൽമുടക്ക് ആവശ്യമാണ്. കൂടാതെ ഇതിലെ വെള്ളത്തിന്റെ താപനില, ഉയർന്ന pH സ്വഭാവം എന്നിവയൊക്കെ 24 മണിക്കൂറും വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും വേണം. അല്പം മാറിയാൽ മൊത്തം കൃഷിയും നശിച്ചുപോകും. ഈ വെല്ലുവിളികളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഒക്കെയുണ്ടെങ്കിലും നമ്മുടെ ഈ രേഖയിലെ വിവരങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. അത് മറ്റെങ്ങുമല്ല, നമ്മുടെ സ്വന്തം കേരളത്തിലെ ആലപ്പുഴയിലേക്കാണ്. ലോകത്തിൽ ഇത്രയും സ്ഥലങ്ങളുള്ളപ്പോൾ എന്തുകൊണ്ടാണ് സ്പിരുലിന കൃഷിക്ക് ആലപ്പുഴ ഇത്രത്തോളം അനുയോജ്യമാകുന്നത്? ഈ പഠനം പറയുന്നത് ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇതിന് ഏറ്റവും മികച്ചതാണെന്നാണ്. ആ വലിയ ചിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആലപ്പുഴയ്ക്ക് പ്രധാനമായും 3 അനുകൂല ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തത് അവിടുത്തെ താപനിലയാണ്. സൈനോബാക്ടീരിയയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് 25 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഉഷ്ണമേഖലാ താപനിലയാണ് ഏറ്റവും അനുയോജ്യം. കേരളത്തിലെ, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ശരാശരി താപനില കൃത്യമായി ഈ പരിധിയിലാണ് ഉള്ളത്. രണ്ടാമത്തേത് ജലലഭ്യതയാണ്. ആലപ്പുഴയിലെ അതിവിശാലമായ കായൽ ശൃംഖലകളും അനന്തമായ ജലസ്രോതസ്സുകളും കാരണം വലിയ റേസ്വേ പോണ്ടുകൾക്കാവശ്യമായ വെള്ളം അവിടെ വളരെ എളുപ്പത്തിൽ ലഭ്യമാണ്. മൂന്നാമത്തെ ഘടകം സൂര്യപ്രകാശമാണ്. കേരളത്തിൽ ഭൂരിഭാഗം സമയത്തും തുടർച്ചയായി ലഭിക്കുന്ന ശക്തമായ സൂര്യപ്രകാശം സ്പിരുലിനയുടെ ഫോട്ടോസിന്തസിസ് വളരെ മികച്ച രീതിയിൽ നടക്കാനും സഹായിക്കുന്നു. അതുവഴി എല്ലാ ദിവസവും ഉയർന്ന വിളവ് ലഭിക്കാനും ഇത് കാരണമാകുന്നു. ഈ അനുകൂല ഘടകങ്ങളെ മുൻനിർത്തിയാണ് രേഖയിൽ അൺടാപ്ഡ് ബ്ലൂ ഇക്കോണമി എന്ന് ആലപ്പുഴയെ വിശേഷിപ്പിക്കുന്നത്. അതായത് നാം ഇതുവരെ ഉപയോഗപ്പെടുത്താത്ത ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള വലിയൊരു സാമ്പത്തിക സാധ്യത. ആലപ്പുഴയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന തണ്ണീർത്തടങ്ങളെയും മറ്റും ഇത്തരത്തിലുള്ള ഹൈടെക് റേസ്വേ പോണ്ടുകളാക്കി മാറ്റാൻ കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന മാറ്റമൊന്ന് ആലോചിച്ചു നോക്കൂ. അത് ആ പ്രദേശത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റും. വെറുമൊരു പാരമ്പരികത കാർഷിക മേഖല എന്നതിൽ നിന്ന് മാറി ഉയർന്ന മൂല്യമുള്ള ബയോടെക്നോളജി വ്യവസായത്തിന്റെ ഒരു ഹബ്ബായി മാറാൻ ആലപ്പുഴയ്ക്ക് ഇതിലൂടെ സാധിക്കും. ഇതിലൂടെ ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഈ പഠനത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പായലിന്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നത് കേവലം കുറച്ച് ബിസിനസ്സുകാരോ സപ്ലിമെന്റ് വിൽക്കുന്ന കമ്പനികളോ മാത്രമല്ല. ഐക്യരാഷ്ട്രസഭയുടെ അഥവാ UN-ന്റെ വേൾഡ് ഫുഡ് കോൺഫറൻസിൽ സ്പിരുലിനെക്കുറിച്ച് പറഞ്ഞ ഒരു നിർണായക വാചകം നമ്മുടെ രേഖയിൽ കൃത്യമായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: UN-നെ സംബന്ധിച്ചിടത്തോളം നാളെയുടെ ഏറ്റവും മികച്ച ഭക്ഷണമാണ് സ്പിരുലിന.
മനുഷ്യരാശിക്ക് ആവശ്യമായ ഏറ്റവും സമ്പൂർണമായ ഭക്ഷണ സ്രോതസ്സാണിത്. ജനസംഖ്യ വർദ്ധിക്കുകയും കൃഷിഭൂമി കുറയുകയും ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് ലോകത്തെ പട്ടിണി മാറ്റാനും ആരോഗ്യകരമായ ഭക്ഷണം കുറഞ്ഞ ചെലവിൽ നൽകാനും കഴിയുന്ന ഒരു അത്ഭുതമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ഈ വിശകലനത്തിലൂടെ നമ്മൾ സ്പിരുലിനയുടെ ഭൂതകാലവും വർത്തമാനവും ഭാവിയുമെല്ലാം കണ്ടു. ഇന്നത്തെ ഈ പഠനത്തിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും. ആരോഗ്യരംഗത്തും ഭാവിയിലെ ബിസിനസ് സാധ്യതകളിലും ഈ ഹരിതസ്വർണം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. നിങ്ങളുടെ ദൈനംദിന ഭക്ഷണശീലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ മുതൽ നാളത്തെ ലോകം പരിസ്ഥിതിയെയും ആധുനിക വ്യവസായത്തെയും എങ്ങനെ സംയോജിപ്പിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഈ വിശകലനം തീർച്ചയായും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും. ചുറ്റുപാടുമുള്ള സാധാരണ കാര്യങ്ങളിൽ പോലും എത്ര വലിയ സാധ്യതകളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. പുതിയ അറിവുകൾ നേടുന്നതുപോലെ തന്നെ പ്രധാനമാണ് അത് വിശകലനം ചെയ്യുകയും പുതിയ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ മുന്നിലുള്ള വിഭവങ്ങളെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിലാണ് ഭാവിയുടെ നിലനിൽപ്പ്. അതെ. എന്നാൽ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാനും കുറച്ചുകൂടി ആഴത്തിൽ അന്വേഷിക്കാനുമായി വളരെ രസകരമായ ഒരു ചോദ്യം ഞങ്ങൾ നൽകുകയാണ്. ആലപ്പുഴയ്ക്ക് സ്പിരുലീന കൃഷിക്ക് ആവശ്യമായ എല്ലാ ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങളുമുണ്ടെന്ന് നമ്മളിപ്പോൾ വളരെ വിശദമായി കണ്ടു. എന്നാൽ ആലപ്പുഴ ലോകമെമ്പാടും അറിയപ്പെടുന്നത് അവിടുത്തെ തനതായ ടൂറിസത്തിന്റെയും ഹൗസ് ബോട്ട് വ്യവസായത്തിന്റെയും പേരിലാണല്ലോ. വളരെ ശാന്തമായ കായലിലൂടെയുള്ള യാത്രയും പ്രകൃതി ഭംഗിയുമാണ് അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം. അങ്ങനെയുള്ള ആലപ്പുഴയിൽ ഇത്തരമൊരു വലിയ ഹൈടെക് ആൽഗെ കൃഷിയും നിരന്തരം പ്രവർത്തിക്കുന്ന കൃത്രിമ റേസ്വേ പോണ്ടുകളും വരുമ്പോൾ അത് ഭാവിയിൽ അവിടുത്തെ ടൂറിസവുമായി എങ്ങനെ പൊരുത്തപ്പെടും? വമ്പൻ ഹൗസ് ബോട്ടുകൾ സഞ്ചരിക്കുന്നതിനടുത്ത് പച്ചപ്പായൽ വളർത്തുന്ന വലിയ ടാങ്കുകൾ വരുമ്പോൾ അവ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ? അതോ പരമ്പരാഗത ടൂറിസവും ആധുനിക ബയോടെക്നോളജിയും ഒത്തുചേർന്ന് ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന പുതിയൊരു വികസന മാതൃക അവിടെ രൂപപ്പെടുമോ? അടുത്ത തവണ നിങ്ങൾ ആലപ്പുഴയിലേക്കൊരു യാത്ര പോകുമ്പോൾ കായൽ പരപ്പുകളിലേക്ക് നോക്കി ഇതേക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു കൗതുകകരമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കുക.